യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ പ്രതിനിധികളാണ്. യു ഡി എഫിന്റെ പ്രതിനിധിയോട് ഇന്ന് ആന്റണി എം പി ഇത്തരത്തിലൊരു നിരുത്തരവാദിത്തമായ പ്രസ്താവന നടത്തി. കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിപ്പൂരിലെ വിഷയങ്ങളാന്ന് പറയും. ഇദ്ദേഹത്തിന് എപ്പോഴും പത്രസമ്മേളനം നടത്തി ഈ കേന്ദ്ര പദ്ധതികളെ സ്വന്തം പേരിലാക്കുകയും അതുപോലെ തന്നെ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്ത രീതിയിൽ സാമുദായിക ധ്രുവീകരണം നടത്തുന്ന ഒരു എം പിയാണ് പത്തനംതിട്ടയിലെ എം പി. അതുപോലെ ഓമലൂർ ശങ്കരൻ സാറിനോട് സാർ ഇവിടെ വലിയ മാതൃകകളെ കുറിച്ച് പറയുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാൻ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് കേരളത്തിലല്ലേ സാർ? ഈ കേരളീയം പരിപാടിക്ക് വേണ്ടി എത്ര കോടിയാണ് സാർ നിങ്ങൾ ചെലവാക്കിയത്? നവകേരള സദസ്സിന് വേണ്ടി എത്ര കോടിയാണ് ചെലവാക്കിയത്? ഇത്തരത്തില് സർക്കാർ ജീവനക്കാർക്ക് KSRTC ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ എഴുതുന്ന കേരളത്തിന്റെ പൊതുകടം എത്രയാണ്? 3 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ് സാർ. പറയട്ടെ ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന്റെ ഔദാര്യം കാത്തിരിക്കുന്ന കേരള സർക്കാരാണ് പറയുന്നത് കേരളത്തിലെ വലിയ വികസന മാതൃകയായിരിക്കും. സംസ്ഥാന സർക്കാരിന്റെ LDFന്റെ വികസന മാതൃക കാണണമെങ്കിൽ ഇതാണ്ട് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ഏറ്റവും വലിയത് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്.